ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 72 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. അനുഗ്രഹം കിട്ടാത്തല്ലേ ഞാൻ, എനിക്ക് മാത്രം കിട്ടിയില്ല. ക്ഷമ വേണം, സമയമെടുക്കും. കേട്ടല്ല? അതെനിക്കും പറയാനുള്ളൂ. അടുത്ത കമന്റ് വായിക്കാം. ഫസ്റ്റ് ടൈം സീയിങ് യുവർ വീഡിയോ, അടിപൊളി പ്രസന്റേഷൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോ, നല്ലതാ. സിംഗിൾ ആണ്, 18 വയസ്സ്, ബിടെക് സൈബർ സെക്യൂരിറ്റി സ്റ്റുഡന്റ്, മെയിൽ കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ട്. ഡേ, നീയൊക്കെ കൂടി ഇതൊരു മാട്രിമോണി സൈറ്റ് ആക്കോടെ. അസൽ ഇനിയും ഇവളുടെ പിന്നാലെ പോയ അവൻ തീർന്നു. നന്ദന, 1-2 രൂപയല്ല, 50 ലക്ഷമാണ്. 50 ലക്ഷം വെറുതെ കിട്ടില്ലല്ലോ. എന്നോട്ട് പോയിട്ട് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് ബെസ്റ്റിയെ പ്രപ്പോസ് ചെയ്തു, റിജക്ഷൻ കിട്ടി. യു ചീറ്റ്. എടാ, നീ മണ്ടത്തരം ചെയ്തതിന് എന്നെ ചീറ്റ് എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? നിനക്കൊരു ബെസ്റ്റീനെ കിട്ടിയില്ലേ, അതായിരുന്നു നിന്റെ അനുഗ്രഹം. നീ എന്തിനാ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയ? എന്റെ അക്കൗണ്ട് സബ്സ് ചെയ്തപ്പോ പപ്പ എനിക്ക് സൈക്കിൾ വാങ്ങി തന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് തന്നെ എത്ര സാഡ് ആയാലും ഹാപ്പി ആക്കും. അതാണ് ശരത്. താങ്ക്സ്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏട്ടന്റെ വീഡിയോ ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ രസം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ ബ്രോയുടെ വീഡിയോ ആണ് ആദ്യം നോക്കുന്നത്. സത്യം, പരമാർത്ഥം. ചേട്ടാ, ഞാൻ കുറെ വെയിറ്റ് ചെയ്തു ഫോർ അനുഗ്രഹം, പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ആയി. നല്ല അനുഗ്രഹമാണ് കേട്ടോ. അതാണ് ഒരു ടോക്സിക് റിലേഷനിൽ നിന്നാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചത്. എൻജോയ്. കമന്റ് ഡിലീറ്റ് ചെയ്തോളൂ, കട്ട് ചെയ്ത് കിട്ടാ. ചേട്ടന്റെ ചിരി കേൾക്കാൻ നല്ല രസമാണ്. എനിക്കറിയാതൊക്കെ എടുത്ത് പറയണോ? ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് യുവർ വീഡിയോ ഈക്വൽ ടു അടിപൊളി കോംബോ ആണ്. ഈ കോംബോ വെച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കൈയടിയാണ്. ഇപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല, നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 72 റിയാക്ഷനിലേക്ക് പോവാം. രാവിലെ 8 മണി. പാണ്ടേനൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. നോറെ, എന്തിപ്പോ ഡാൻസ് കളിക്കാൻ വരാത്ത? സായി അഭിയൊക്കെ ഡാൻസ് പഠിച്ച്. എന്താ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണോ? സായി, എന്റെ തണ്ടല് പോയി. ഒന്ന് തുമ്മിയാൽ അതുപോലെ അനുകരിച്ചു കളയുകയും. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വേറൊന്നും അല്ലായിരുന്നു. നന്ദന ബാക്കിയുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ അനുകരിക്കണം. നന്ദന ആദ്യം സെലക്ട് ചെയ്ത് നമ്മുടെ അർജുനെ ആയിരുന്നു. അർജുൻ ഓടട ഓട്ടം. നന്ദന, ഒന്ന് നിർത്തടാ, എന്തിനിങ്ങനെ കിടന്ന് ഓടണേ? അതേപ്പോ അർജുൻ സായിനെ പിടിച്ചൊരു ഉമ്മ കൊടുത്ത്. നന്ദനെ സായിനെ പിടിച്ചൊരു ഉമ്മ കൊടുത്ത്. സായി, എന്റെ സ്നേഹം പോലും എന്നെ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല. അയ്യോ. അതിപ്പോ നന്ദന പറഞ്ഞു, ഞാനിനി സിജോ ചേട്ടനെയാണ് അനുകരിക്കുന്നത്. സിജോ, നിനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞ് ഡമ്പൽ എടുത്ത് അടിക്കുക. നന്ദന, ഇതൊക്കെ സിമ്പിൾ അല്ലേ? സിജോ, എന്നാ എന്റെ വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നന്ദന സിജോ ഊരിയിട്ട് ടീഷർട്ട് എടുത്തിട്ടിട്ട് അത് ഊരി. തൽക്കാലം ഇത് മതി, ഓക്കെ? അതേപ്പോ സിജോ പുഷപ്പടിയാ. നന്ദനെ അടിച്ചു. 5-6 കഴിഞ്ഞപ്പോ നന്ദന, ഇനി ഇവിടെ നിന്ന് പണി പാളും. വേറെ ആളുടെ പേര് പറയാം. അഭിഷേക് ചേട്ടൻ. ആരെ പറയും? അഭിഷേക്. നന്ദന ബി ലൈക്ക്, പിടിച്ചതിലും വലുതാണല്ലോ ആളേല്. നന്ദന, നീ എന്താ പ്രണവ് മോഹൻലാലിന് പഠിക്കാണോ? ഭ്രാന്താടാ. രശ്മിൻ, എടേ, നിങ്ങൾ ടാസ്ക് ചെയ്യണേന് എന്റെ ജീവിതം എന്തിനാടാ നിങ്ങൾ ബലിയേടാക്കണം? ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ എന്റെ മേത്ത് കൂടെ എന്തിനാടാ ചാടുന്നേ? നന്ദന, ഇയാളും വേണ്ട, ഇയാളും പ്രശ്ന. എന്റെ ജിൻഡോ ചേട്ടൻ പാവം, ആളുടെ പേര് പറയാ. ജിൻഡോ ചേട്ടാ. ജിൻഡോ, എന്റെ ഒരു നമ്പർ ഉണ്ട്. കൺഫെഷൻ റൂം ഇപ്പൊ തുറന്ന മുടിഞ്ഞു.
കൺഫെഷൻ റൂമിന്റെ വാതിൽ ഇപ്പൊ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീരുമാനാവും. നല്ല നാക്ക്, കരിനാക്കാണോ? നന്ദന ബി ലൈക്ക്, എടേ നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖമാടാ? എന്റെ പൊന്ന് നന്ദന, നിനക്ക് പറ്റുന്ന പണിക്ക് പോയാ പോരെ? നന്ദന, ഇയാൾക്ക് എക്സസൈസ് ചെയ്ത് വട്ടായതാ. അടുത്ത ആളെ പിടിക്കാം. ശ്രീതു ഒരു പാവത്തിന്റെ പോലെയുണ്ട്. ശ്രീതുവിനെ പിടിക്കാം. കണ്ടാ, ശ്രീധുവിന് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ഇത്ര എക്സസൈസ് ചെയ്ത് അണച്ചു വന്നതുകൊണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി തരാ. ശ്രീധുവിന് ഭയങ്കര ബുദ്ധിയാട്ടാ. വെള്ളം എടുത്ത് ശ്രീധുവിന്റെ തലേക്കോടെ ഒഴിച്ചാണ്. എന്തൊരു ബുദ്ധിയാടേ. പാവാന്ന് വിചാരിച്ച സാമദ്രോഹി. നന്ദന ബി ലൈക്ക്, ഇവക്ക് എന്തിന്റെ അസുഖമാടാ? ആ, ഡാൻസ് ഞാൻ കളിക്കും. നന്ദന, ഇനി ഞാൻ ആരെ പിടിക്കും? സായി ചേട്ടൻ പാവ, സായിനെ പിടിക്കാം. പുള്ളി എനിക്ക് അധികം പണി തരില്ല. അർജുനെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ എടുക്കടാ സായി. അർജുൻ, അയ്യോ എന്റെ എല്ലാം പോയേ. കൊടുത്ത് ഉടുപ്പൂരാനാ? ശ്രീതു, എന്റെ മനസ്സിലിരിപ്പ് അത്ര നല്ലല്ലോട്ടാ. പറയാണെങ്കിൽ എനിക്ക് എന്റെ അമ്മനോട് ഒപ്പനോട് അവരോട് ആരും ദേഷ്യം എനിക്കില്ല. എന്റെ പൊന്നിനോറെ, ഒന്ന് പോയേ നീ. ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനുള്ള പരിപാടിയാണോ? അവരെന്താ മനസ്സിലാക്കാത്തത് എനിക്ക് ഇപ്പോഴും അറിയൂല. പൊന്നിനോറെ, ഈ പാരന്റ്സിനെ വെച്ച് നീ ഗെയിം കളിക്കല്ലേ? അവര് വന്നത് തന്നെ വലിയ കാര്യമാണെന്ന് വിചാരിക്കും. എന്നിട്ട് അവരിന്ന് കുറ്റം പറയാ. അവര് മാത്രമല്ലല്ലോ ഇത് കേൾക്കണേ, ഈ ലോകത്തുള്ള എല്ലാരും കേൾക്കല്ലേ? ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മീൻസ് ഇതിൽ നീ എങ്ങനെ സെന്റിമെന്റ്സ് ഇറക്കിയാലും നിനക്ക് കിട്ടൂല. വെറുതെ വേണ്ട, അത് എനിക്ക് വേണ്ട. സിവിൽ സർവീസിന്റെ കോച്ചിങ് പോയിട്ടുണ്ടായിരുന്നു. ഓ, സിവിൽ സർവീസിന് പോയി. കോവിഡ് വന്നത് ഞാനല്ല, കോവിഡിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കോവിഡ് വന്നോണ്ടാ മുടങ്ങിയേ? സോ സാഡ്. കേരളത്തിൽ കൊണ്ടുവന്നത്, കോഴിക്കോടിലേക്ക് കൊണ്ടുവന്നൊന്നും ഞാനല്ല. കോവിഡിന് ശേഷം ഇതുവരെ സിവിൽ സർവീസ് എക്സാമുകൾ നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയോ? ഞാനല്ല അതൊക്കെ പൂട്ടിച്ചത്. സിവിൽ സർവീസിന് എന്താ പഠിക്കാനുള്ളതെന്ന് അറിയോ? നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് വരെ പഠിച്ച സോഷ്യലൊക്കെ ആണെങ്കിലും മെജോറിറ്റി പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ജനറൽ നോളേജ്. അതിപ്പോ വീട്ടിൽ കോവിഡ് ആയിട്ടിരുന്നപ്പോഴും വേണമെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ നോക്കി പഠിക്കാമായിരുന്നു. അതുപോലും ചെയ്യാണ്ട് കോവിഡിനെ കുറ്റം പറയുന്നു. കോഴിക്കോട് കോവിഡ് കൊണ്ടുവന്നത് അവളാന്ന് പറയുന്നു. എന്തൊക്കെ കേൾക്കണം ഞാൻ. എന്റെ കല്യാണം പറഞ്ഞില്ല, എനിക്ക് അതിലൊരു റിഗ്രറ്റും ഇല്ല. ഓക്കെ, കല്യാണം കുഴപ്പമില്ല. ബിക്കോസ് ഐ ഗോട്ട് എ ബെറ്റർ പാർട്ട്ണർ. ബെറ്റർ പാർട്ട്ണറിനെ കിട്ടി. അതായത് റിലേഷൻ എന്താന്ന് പോലും ഇത്ര നാളായിട്ടും ഡിഫൈൻ ചെയ്യാത്ത ബെറ്റർ പാർട്ട്ണർ. എന്താ മനുഷ്യൻ? എന്തുവാ നോറ നീ നന്നാവാത്തെ? പപ്പ പറയാറത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പറയും, ഓ പൊളിയായിട്ടുണ്ട്. നോറയുടെ ഗെയിം ഇപ്പൊ വീട്ടുകാരോടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് തോന്നണ്ട? ഇന്നത്തെ ടാസ്ക് ബിഗ് ബോസിന്റെ സ്ഥിരം ഐറ്റം, അതായത് മറ്റേ റാങ്ക് വെച്ചിട്ട് ആര് ഫസ്റ്റ് റാങ്ക് വരും, ആറ് സെക്കൻഡ് റാങ്ക് വരും എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കിട്ട് തീരുമാനിക്കുന്ന പരിപാടി. ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് റാങ്കിങ്. അടി ഉണ്ടാക്കാൻ ഇതിലും വലിയൊരു ടാസ്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇല്ല. 12:30. നമുക്ക് 1ാം സ്ഥാനം ആരെടുക്കുന്നു നോക്കാം. നന്ദനയാ. എന്റെ പൊന്നു നന്ദന, ഈ ടാസ്കിൽ ആദ്യം 1ാം സ്ഥാനം വേണമെന്ന് പറയണവർക്ക് ഇതുവരെ അതിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല യോഗ്യതയുള്ളത് ഞാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നന്ദനയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കണം. അതിന്റെ റീസൺസ് നമുക്കൊന്ന് കേൾക്കാം. പൈസക്ക് ഇവിടെ ആവശ്യമുണ്ട്. എനിക്ക് പൈസക്ക് ആവശ്യമുണ്ട്. അതെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് കുറെ കടങ്ങളുണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റി എന്റെ അപ്പൊ എനിക്ക് 1ാം സ്ഥാനത്ത് 50 ലക്ഷം കൊണ്ടുപോകുമ്പോ വീടാ കൊള്ളാം. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തരണമെന്ന് നല്ല റീസൺ. എനിക്ക് അത് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഒന്നിൽ നിൽക്കുന്നു. എന്റെ നന്ദനെ. പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്തു? വോട്ടിംഗ് ജാസ്മിൻ നന്ദനോട് ചോദിക്കാം, നീ ഇവിടെ ഫസ്റ്റ് ആവാൻ നീ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ. അങ്ങനെയാണ് ഇവിടുത്തെ 1ാം സ്ഥാനത്തേക്ക് എത്തുക. ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? എന്ത് ചെയ്ത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വീട് വയ്ക്കാൻ പൈസ വേണം. ജിൻഡോ പുറകെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമുണ്ട്. സിജോ, എടി നന്ദനെ, നിനക്ക് മാത്രമല്ല 1ാം സ്ഥാനത്തിന് താല്പര്യം. ദേ ജിൻഡോ ചേട്ടന് 1ാം സ്ഥാനത്തിന് താല്പര്യമില്ലേ? ജിൻഡോ ഉണ്ട്. സിജോ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യും. സിജോ, എന്നാൽ ഇയാൾക്ക് ഒട്ടും യോഗ്യതയില്ല. ഇവിടെ 1ാം സ്ഥാനത്തേക്ക് നിൽക്കാനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തി. കാരണം ജിൻഡോ ബി ലൈക്ക് ഐശ്വര്യ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയുടെ തന്നെ നിലവാരം തന്നെ ഏറ്റവും ഇടിഞ്ഞു പോകുന്ന. എന്റെ പൊന്നു സിജോ, നീ സീസണിന്റെ നിലവാരം എങ്ങോട്ട് ഇടിയാനുള്ള? ഇടിഞ്ഞ് ഗ്രൗണ്ട് ലെവൽ എത്തി. ഇനി കുഴി കുഴിച്ച് താഴേക്ക് പോകേണ്ടി വരും. ഇത് 1ാം സ്ഥാനം നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. ആഗ്രഹമൊക്കെ നല്ലതാ. അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? നിലവാരമില്ലാത്ത കാര്യം കാണിച്ചിട്ടുള്ളത്. വളിക്കേസ്. എടാ, ഈ വളി ഇടുന്നത് ഇത്ര നിലവാരം കുറഞ്ഞ ആൾക്കാരാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും. എല്ലാവരും ഉള്ള സാധനമല്ലേ? പലരോടും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ടാവില്ല. ജിൻഡോക്കെതിരെ വേറെ എന്തൊക്കെ പറയാണ്ട്? ആകെ കിട്ടിയൊരു പോയിന്റ് ആണ് വളി.
നോറ ഫോമായി. ഈ നോറയുടെ ഈ കീ 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 എന്നുള്ള സൗണ്ട് കേൾക്കാതെ കുറെ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെങ്കിലും കേട്ടല്ലോ, സന്തോഷായി. നിങ്ങൾ നിലവാരമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് നിലവാരമുണ്ടെന്ന് ആദ്യം പറ. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ആ ഗെയിം മുന്നോട്ട് വരില്ല. പക്ഷെ ജാസ്മിനെ, ജിൻഡോ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ കഴിഞ്ഞ വീക്ക് ടിക്കറ്റ് ഫിനാലയില് നമ്മുടെ പീപ്പിൾസ് ടീമാണ് ഏറ്റവും ലാസ്റ്റ് തോറ്റ് നിക്കണേ. ആ രശ്മി വന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കും. എല്ലാ ടാസ്കിലും ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്ദന പറ, എന്ത് പ്രൂവ് ചെയ്തത്? എല്ലാ കഴിവും നന്ദനക്കിട്ട്. എല്ലാ കഴിവുണ്ടെന്ന് അങ്ങോട്ട് സ്വയം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടന്നാ മതിയാ, ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ. ഓക്കെ, നന്ദന ഇൻസ്പയർ ചെയ്ത് നമുക്കൊന്ന് കേൾക്കാം. നന്ദന എന്ന് പറഞ്ഞൊരു കുട്ടി നല്ലൊരു വ്യക്തിയാണ്. അതാണ് ഞാൻ നല്ല വ്യക്തിയാണ്. ശരി, 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ വെച്ചിട്ട് പെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ജിൻഡോ പറഞ്ഞു പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നു പറഞ്ഞവളാണ് ഇവള്. ഇവള് പിന്നെ എന്തിനീ ഫസ്റ്റ് വന്നിക്കണേ? നന്ദന 3G. പൈസക്ക് വേണ്ടി മാത്രം ദേ, ഞാൻ അർജുന്റെ സൗണ്ട് കേട്ടു. ഇതിനെ നീ അങ്ങനെ പറയാൻ പാടില്ല. ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതും ഒരു തരത്തിൽ ഗെയിമാണ്. അപ്പൊ വോട്ട് ചെയ്ത ഒരു പൊട്ടന്മാരൊന്നുമല്ല. കാരണം ഒരാൾക്കല്ലേ ഈ 50 ലക്ഷം കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ലല്ലോ. സെക്കൻഡിനും ഭേദമല്ലേ പണപ്പെട്ടി എടുത്തിറങ്ങുന്നത്. ഒരു സെക്കൻഡ് ആ പൊസിഷൻ. സായി ഒന്ന് നിർത്ത്. ഞാൻ ദേ ഇവിടെ 6ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. എന്റെ കൂടെ ഈ ശ്രീതു മത്സരിക്കുന്നുണ്ട്. അടിയാണ്. ഞാനും ശ്രീതു 6-നുണ്ട്. അപ്പൊ എന്നെ ഇവിടെ നിർത്തണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് 1ാം സ്ഥാനത്തിലേക്ക് മോഹിക്കാൻ എനിക്കിപ്പോ കഴിവില്ല. ഞാൻ പ്രയത്നിച്ച് അവിടേക്ക് എത്തും. എനിക്ക് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ 6ാം സ്ഥാനമാണ് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഇത് എനിക്ക് തരണം. ഒരാളെ വന്നിട്ട് മനഃപൂർവ്വം ഇമോഷണലി ഡൗൺ ആക്കണ പോലെയോ. ശ്രീതു, ഞാൻ സൂപ്പറാ. ഞാനിവിടെ ജെന്യൂൻ ആയിട്ട് കളിച്ചിട്ടുള്ളൂ. ഞാൻ അനാവശ്യമായിട്ട് വള്ളി പിടിച്ചിട്ടില്ല. ഞാൻ അനാവശ്യമായിട്ട് ആരോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാൻ ജെന്യൂൻ ആണ്, ഞാൻ സൂപ്പർ, ഞാൻ അടിപൊളിയാണ്. അതുകൊണ്ട് എനിക്ക് 6ാം സ്ഥാനം വേണം. ചെയ്തിട്ടില്ല. ജെന്യൂൻ ആയിട്ടാണ് ഞാൻ ഇപ്പൊ വരയ്ക്ക് പോയിട്ടിരിക്കുന്നത്. ഇത്രയും സൂപ്പർ ആയുള്ള ആള് 6ാം സ്ഥാനം മധ്യ ശ്രീതു 1ാം സ്ഥാനം എടുത്തൂടെ? സിജോയ്ക്കാണ്, നീ എന്ത് പ്രവൃത്തി ഇവിടെ ചെയ്തതെന്ന് പറ. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറ. അർജുന്റെ കൂടെ പോയിരുന്ന് സംസാരിച്ചില്ലേ, ക്യൂട്ട്നെസ് ഇട്ടില്ലേ, അതൊരു പ്രവൃത്തിയാ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സായി സപ്പോർട്ട് നമുക്ക് കൈവക്കാം. ശ്രീതു 6ൽ ഏകദേശം സായി തീരുമാനമായി. സ്ഥാനത്തിലേക്കുള്ള ഞാനും ഋഷിയാണ് സംസാരിക്കുന്നത്. 5ാം സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഋഷിയും ജാസ്മിനുമാണ് മത്സരിക്കുന്നത്. കൂടുതലും കമ്പാരിറ്റീവ്ലി ജാസ്മിനെയും കാട്ടി വാക്കുകളിലും ഓക്കെ. ജാസ്മിൻ എന്നെ കാട്ടിയാ? ആരാ പറഞ്ഞേ? കണ്ണുറ്റി കാണിക്കുന്ന കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പല കാര്യങ്ങളും ജാസ്മിൻ ബി ലൈക്ക്, ഞാൻ ഈ സീസണിൽ വന്നിട്ട് ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞാൻ ലവ് ട്രാക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, സെന്റിമെന്റ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എക്സ്പ്ലോർ, ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കൈപോക്കുക. ജാസ്മിൻ 5ാം സ്ഥാനത്തേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ജാസ്മിൻ 5ാം സ്ഥാനത്ത് നിർത്താൻ ആഗ്രഹമുള്ള ഒരു കൈപോക്കാൻ പറഞ്ഞു. അപ്സര യോഗി ജിൻഡോ ഇങ്ങനെ ഞാൻ അയ്യോ അവിടെ ആക്കാനാണല്ലേ, ഞാൻ കേട്ടത് ആക്കണ്ടെന്നാ. അറിയാതെ പൊക്കി പോയി വേണ്ടി. ജാസ്മിൻ ആദ്യം കൈ പൊക്കിയവരൊക്കെ താഴ്ത്തിട്ടു. ജിൻഡോ നോക്കിയപ്പോ ആകെ അപ്സര മാത്രം പൊക്കിയിട്ടുള്ളൂ. ജിൻഡോ, ഞാൻ വേണമെങ്കിൽ പൊക്കാം, നീ എങ്ങനെയും ജയിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് പൊക്കണേനെന്താ കുഴപ്പം? 5ാം സ്ഥാനം. ഋഷിയാണ് യോഗ്യ എന്ന് പറഞ്ഞ് എല്ലാവരും പാസ്സാക്കി. ജാസ്മിൻ അവിടെയും 3G. ഉള്ള ആളെ പോലെ അല്ല ഇപ്പോ എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. ആ ബോധം ഉണ്ടായാൽ മതി. കാരണം ഒരു സമയമായപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി നമ്മുടെ രശ്മിന് 4ാം സ്ഥാനം വേണമെന്നേ പോയിട്ടുണ്ടായിരുന്നു. ആ ഡൗൺ ആയ റീസൺ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ രശ്മിൻ തന്നെ പറയാം, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തും. എന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം, എനിക്ക് കുറെ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്താണ് ഓപ്പോസിറ്റ് ടീമുകാർക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ പോയിന്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ എന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കിട്ടും. 2 യെല്ലോ കാർഡും അർജുൻ യെല്ലോ കാർഡ് വാങ്ങി ഇവിടെ നിൽക്കുന്ന നീ ഡിസേർവ്ഡ് അല്ല. ടോപ്പ് 5 4th പൊസിഷൻ യെല്ലോ കാർഡ് മേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ ഡിസേർവ്ഡ് അല്ല രശ്മി. രശ്മിൻ ബി ലൈക്ക് പുല്ല്, ഞാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് പറയണ്ടായിരുന്നു. സ്വയം മനസ്സിലാക്കി നീ പുറകെ പോയി. എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് ഇങ്ങനെ ചെയ്യാൻ നിക്കാ. അപ്പൊ രശ്മി മാത്രം 4ാം സ്ഥാനത്തിന് മത്സരിച്ചുള്ളൂ എന്ന് അറിഞ്ഞ ശ്രീതു എന്നാ ഞാനിവിടെ മത്സരിക്കുന്നത്. നന്ദന ബി ലൈക്ക്, എനിക്ക് ഇവർ രണ്ടുപേരും താല്പര്യമില്ല, ഞാൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യില്ല. 5. താങ്ക് യു. അങ്ങനെ വോട്ടെടുപ്പിൽ നമ്മുടെ ശ്രീതുവിന് കിട്ടി, രശ്മി പിന്നെയും 3G. കേസിൽ എല്ലാ വള്ളികളും ഞാൻ കയറി പിടിച്ചിട്ടില്ല. എനിക്ക് പിടിക്കണം ജെന്യൂൻ ആണെന്ന് തോന്നി. അർജുൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് 3 വേണം, ഞാൻ ജെന്യൂൻ ആയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളൂ, ഞാൻ അനാവശ്യ വള്ളികൾ പിടിക്കാൻ പോയിട്ടില്ല, എനിക്ക് ഫെയർ ആണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഗെയിം സൂപ്പറാണ്, എന്റെ ഗെയിം അടിപൊളിയാണ്, എന്റെ ഗെയിം വേറെ ലെവലാണ്,
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചുമ്മാ ഒരു ഷോ. ജാസ്മിൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഷോ കാണിക്കാൻ വേണ്ടി അർജുനോട് പറഞ്ഞു, നീ എന്തിൽ ഇടപെട്ടു എന്നാ? ഇവിടെ നടന്ന മെജോറിറ്റി ഇഷ്യൂസിൽ നീ ഇടപെട്ടിട്ടില്ല, നീ ഒരു വാഴയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പലതിൽ ഇടപെട്ട ഒരുത്തൻ നേരത്തെ പോയി അർജുന ഇത് കേട്ടിട്ട് സഹിച്ചില്ല. അർജുൻ പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യത്തിലും കയറി വള്ളി പിടിച്ച ഒരുത്തൻ ഇവിടെ നിന്ന് ഔട്ടായി പുറത്തു പോയില്ലേ? എല്ലാ കാര്യത്തിലും അവിടെ മൂലക്ക് ഇവിടെ പോയി കള വെച്ച ഒരുത്തനാണ് പോയത്. ജാസ്മിൻ, നീ എന്തിനാ അത് ഇവിടെ പറയേണ്ട ആവശ്യം? ബെറ്റർ ഇവിടെ നിൽക്കുന്നെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. ജെന്യൂൻ ആയിട്ട് അങ്ങനെ അർജുന് 3rd പൊസിഷൻ കിട്ടി. അർജുൻ അവിടെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2nd പൊസിഷന് വേണ്ടിയിട്ട് മത്സരിച്ചത് നമ്മുടെ നോറയാണ്. എന്റെ യുക്തി ഞാൻ പല സമയത്തും ഉപയോഗിച്ചു. യുക്തിയൊക്കെ ഉണ്ടാ ശരിക്കും. ശ്വാസം വിട് നോറ ഒന്ന്, എന്നിട്ട് സംസാരിക്കേ. എന്തിനാണ് ഈ സെന്റിമെന്റ്? അത് പോയിന്റ്. ഡ്രാമ കാണിക്കാൻ മാത്രമാണ് നോറ നന്നായി നോറ പണി പാളിയിലെ ദൈവമേ. പോകുമെന്ന് കണ്ടാൽ നോറയുടെ മുഖത്ത് തന്നെ അപ്സരച്ച് എന്തൊരു സൗണ്ട് പോയാ? ഇന്നേവരെ നോറ കിട്ടിയ ഒരു ടാസ്ക് പോലും നോറ നന്നായി സത്യം 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 അപ്സര. നോറ ഇവിടെ ചെയ്ത് ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നോറേനെ കുറ്റം പറഞ്ഞത് നമ്മുടെ രശ്മിന് ഇഷ്ടപ്പെട്ടില്ല. രശ്മി വന്നിട്ട് നോറേനെ സപ്പോർട്ട് സംസാരിക്കുകയാണ്. ബാക്കി കണ്ടസ്റ്റൻസ്, രശ്മിനെ നീ ഈ 2nd പൊസിഷന് വേണ്ടി മത്സരിക്കണ്ട. ഇല്ല, പിന്നെ നീ എന്തിനാടി ഇവിടെ വന്ന് അഭിപ്രായം പറയണേ? നോറയിൽ അവിടെ നിക്കണേ, അവള് പറഞ്ഞോളൂ. രശ്മി ലൈക്ക് അല്ല, വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച്. ചർച്ചകൾ മാത്രമേ ഉള്ളൂ. ഇതിലൊന്നിലും ഇടപെടാണ്ട് മാറി നിൽക്കുന്ന അൻസിബ. ഇവർക്കൊക്കെ പ്രാന്താണ് ഇതിനു വേണ്ടി അടികൂടാൻ. ആ ഗ്യാപ്പിൽ ജിൻഡു ആലോചിച്ചു, ഫസ്റ്റ് എന്തായാലും ഇവര് തരില്ല, 2nd നോറ നിക്കണെന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ എതിർത്തതാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നോറേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് 2nd പൊസിഷൻ കിട്ടും. എന്നാ ഞാൻ 2nd മെജോറിറ്റി പറയാം. 2nd മെജോറിറ്റി എനിക്ക് ജിൻഡോ ചേട്ടൻ. നോറയുടെ ഈ പ്ലാൻ മനസ്സിലാക്കിയ ജിൻഡോന്റെ പ്ലാനും മനസ്സിലാക്കിയ ജാസ്മിൻ. ഞാനുണ്ട്. ജാസ്മിന്, നോറ, ജിൻഡോ. ഞാനുണ്ട് 2ാം സ്ഥാനത്ത് മത്സരിക്കാൻ. എന്റെ പൊന്ന് ജാസ്മിനെ, നീ 5ാം സ്ഥാനത്ത് നിന്നപ്പോ അവിടെ നിന്ന് പോയി 10ൽ നിൽക്കാൻ പറഞ്ഞ ടീംസാണ് അവിടെ ഉള്ളത്. എന്നിട്ട് നീ പിന്നെ വന്ന് 2ൽ നിന്ന് കഴിഞ്ഞാൽ അവര് നിനക്ക് തരോ? അതില് നോറ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി കൈ വെക്കാൻ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവര്, ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൈ വെക്കൂ. ജാസ്മിൻ മനസ്സിൽ ജിൻഡോനെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോലുള്ള, ഞാൻ തന്നെ 2ാം സ്ഥാനം. കോലന്മാര്. ഇത് ജാസ്മിൻ ഒരേ പൊളി. എന്താ എക്സ്പ്രഷൻ, എന്താ ഡയലോഗ്? 8 വരായി തീർന്നു. ജിൻഡോ ബി ലൈക്ക് 8 എനിക്കാ, ഞാൻ തന്നെ 2nd. അത് കഴിഞ്ഞ് 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. 1ാം സ്ഥാനത്തിന് വേണ്ടി ആരൊക്കെയാണ്? അപ്പൊ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് 4 പേരാണ് മത്സരിച്ചത്. സിജോ, അഭിഷേക്, അപ്സര, നന്ദന. 1ാം സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് 1ാം സ്ഥാനത്ത് നിൽക്കാനുള്ളത് കുറെ കാര്യം. ജാസ്മിൻ ബി ലൈക്ക്, ഞാനില്ല, ഇനി എന്നെ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കാനല്ല, ഞാൻ 10ലേക്ക് പോണു. ദിവസം ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ഞാനാണ്. അപ്സര എനിക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻ ആണ്, അതുകൊണ്ട് ഞാൻ 1ാം സ്ഥാനത്ത് വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നൊക്കെ എടുത്ത് പറഞ്ഞു. ഡേ 1 മുതലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡേ 28 ഇവിടെ കയറിയിരിക്കുന്നത്. എനിക്ക് 4 പേരുടെ കേട്ടയിൽ കിടിലൻ സ്പീച്ച് ആയിട്ട് തോന്നിയത് നമ്മുടെ അഭിഷേകിന്റെ ആയിരുന്നു. അഭിഷേക് പറഞ്ഞ പോയിന്റ്സ് വളരെ കൃത്യമായിരുന്നു. ആൻഡ് 1ാം സ്ഥാനം കിട്ടാൻ യോഗ്യത ഉണ്ടോ എനിക്കറിയില്ല, പക്ഷെ ആൾക്കാരുടെ കൂടെ കമ്പീറ്റ് ചെയ്ത് 4 നോമിനേഷൻ ജയിച്ച് കയറി വന്ന വ്യക്തിയാണ് ഞാൻ. ആ 4 പേരില് നല്ല രീതിയിൽ പറഞ്ഞത് അഭിഷേക്. ഈ 25 പേർക്കിടയിൽ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത വ്യക്തി ഞാനാണെന്ന് സീജ പറഞ്ഞത് നല്ലതായിരുന്നു, പക്ഷെ സീജ അവിടെ ഈ മെഡിക്കൽ സാധനം എടുത്തിട്ടു. അത് സിജോക്ക് നെഗറ്റീവായി. ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറി വന്നത്. എടാ നന്ദനെ, കോപ്പി അടിക്കുന്നോളാം. അഭിഷേക് പറഞ്ഞത് കോപ്പി അടിച്ച് പറയുന്നത് നിനക്ക് ഉളുപ്പുണ്ടാ? വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. കിട്ട ഒരാളാണ് നന്ദന. നന്ദന കൊണ്ടുപോകുന്ന പറഞ്ഞൊരു നന്ദന നിന്ന് ചെയ്യാണ്. എനിക്ക് പൈസ മതി എന്ന് അറിയാണ്ട് പറഞ്ഞു പോയി. ഇനിയിപ്പോ 1ാം സ്ഥാനം കിട്ടൂല. എന്താലേ, ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്ഥാനം പിടിക്കേണ്ടതാണ്. ഓടിപ്പോയി. അങ്ങനെ അഭിഷേക് ഫസ്റ്റ് ആയിട്ട് എല്ലാരും കൂടി തെരഞ്ഞെടുത്തു. ഇതിൽ അസൂയ പോണ്ട നന്ദന. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നോക്കിക്കോ ജനങ്ങളെ, ഫസ്റ്റ് നിൽക്കാൻ ഇതുള്ള എന്നെ ഇവിടെ ലാസ്റ്റ് കൊണ്ട് നിർത്തിയാണ്. ഇത് ഫെയർ ആണോ? ഇനിയാണ് ട്വിസ്റ്റ്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഈശ്വര ടിക്കറ്റ് ഫിനാലയുടെ എന്തെങ്കിലും സാധനം അവന് കൊടുത്തു കഴിഞ്ഞാൽ അറ്റാക്ക് ഒരു ഞങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്. അഭിഷേക് ട്വിസ്റ്റാ എന്താണാവോ? 1ാം സ്ഥാനത്ത് നിൽക്കണവർക്ക് ഒരു സമ്മാനം കൊടുക്കും അഭിഷേക്. അത് നല്ല ട്വിസ്റ്റാ, എനിക്കിഷ്ടം. 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി.
ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ. അഭിഷേക് ബി ലൈക്ക്, ശ്ശോ, എനിക്ക് ഈ ക്യാപ്റ്റൻസി വേണ്ടായിരുന്നു. അതായിരുന്നില്ല, ഞാൻ ടിക്കറ്റ് ഫിനാലെയാന്ന് പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു. നന്ദന പഴയ രൂപം പ്രാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ ബാൻഡ് കൈമാറായിരുന്നു. അല്ലല്ല നന്ദുവിനെയുള്ള അതിന് സായും സിജോവും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, നന്ദനായിട്ടുള്ള എല്ലാ ബന്ധവും സായി അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും എനിക്ക് 5ാം സ്ഥാനം പോലും തരാതെ. അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ എന്ത് പറയേണ്ടത് കേട്ടിട്ട് വരാം. അർജുൻ ഇടി നീ 2ാം സ്ഥാനത്തേക്ക് കീഴിൽ. അർജുൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ജാസ്മിൻ നൈസായിട്ട് വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് സായി അർജുൻ ഇടി നീ ഒന്നേ പോയി നിക്ക്. സമ്മതിച്ചില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ കണ്ടത് കണ്ടു, നിങ്ങൾ എന്തിനാ നിങ്ങളെ വിളിച്ച് കാണിപ്പിക്കണേന്ന്. അനുഭവിക്കും, നിങ്ങളൊക്കെ ഇത് കാണണം. പോയി നിക്ക്. എന്നിട്ട് മൂന്നി വരണം വൃത്തിയേട്ടവന്മാര്. വൃത്തിയേട്ടവന്മാര് വാസ് നൈസ്. ഞാൻ പിന്നെ 10 പോയി നിന്നു. കൊടുക്കൂല ഞാൻ ആർക്കും 10. കൊടുക്കൂല ഞാൻ ആർക്കും 10. എനിക്കിത് അപ്പൊ അതെങ്ങനെ പുറത്തു പോണേ? ഞാൻ ഇപ്പൊ സായി പറയണ ഞാനും നന്ദനെ മാത്രം ഡിസ്കസ് ചെയ്താണ് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോണ കാര്യം. നീ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പുറത്തായി? എങ്ങനെ പുറത്തായി പറ. ഞാനും അവള് മാത്രമുള്ള ടോക്കാണല്ലോ. ഞാനും അവള് നീ. സായി സിജോ, നമ്മുടെ ജിൻഡോ ചേട്ടൻ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കും. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ അട്ടർ ഫ്ലോപ്പ് ആണെന്നുള്ളത് ഇനി വന്നപ്പോ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പൊ ഹിറ്റ് ഒന്നും ആയിട്ടില്ല, ഫ്ലോപ്പ് തന്നെയാ. അട്ടർ ഇത്തിരി പോയെന്നുള്ളൂ. പിന്നെ നോറയുടെ ഒരു ന്യായീകരണമായിരുന്നു നോറയ്ക്ക് സെക്കൻഡ് കൊടുക്കാത്തതിലുള്ള ആ ഒരു ദേഷ്യം. ഇത്രയും ഫസ്റ്റ് കിട്ടിയ പറയാം ഞാൻ ഇവിടെ മോശം പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾ. എന്റെ പൊന്നു നോറ, ഇതൊക്കെ നീ അവിടെ പറയണ്ടായിരുന്നാ? നീ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം? ടാസ്കിന്റെ നേരത്ത് മിണ്ടാളെ വായ അടച്ച് ബാക്കിൽ പോയി നിന്നു. ഇപ്പൊ ഡയലോഗ് അടിക്കാൻ വന്നേക്കാ. ഞാൻ നോക്കാണ് ഞാൻ ജനങ്ങളെ ഞാൻ ഇവിടെ വന്നത്. അൻസിബ ബി ലൈക്ക്, ഇതൊക്കെ നീ എന്തിനാടാ എന്നോട് പറയുന്നേ? പിന്നെ ഇങ്ങനെ പറയണ്ട. രശ്മിൻ, നോറെ അത് ടാസ്ക് ആയിരുന്നു, അത് വിട്, അത് കഴിഞ്ഞ്. നീ അത് ഇവിടെ പറഞ്ഞോണ്ട് നടക്കണം. എന്നിട്ട് കാര്യം? ക്യാൻസർ പറയാൻ ടൈം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ടൈം അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് അവിടെ പറയാൻ സ്പേസ് കിട്ടില്ല, ഞാൻ അവിടെ പറയും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്ന് ഞാൻ കരഞ്ഞില്ല, ഞാൻ പറയണ ആരും കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞ സുരേഷ് അർജുൻ, ഇവിടെ കുറെ ചിപ്സ് ഒക്കെ ഇരിക്കണ്ടായില്ല. എന്തെങ്കിലും എടുത്തിട്ട് പോവാം, എനിക്ക് വിശക്കുന്നു. ശ്രീതു, നോറ നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേ? അപ്പൊ രശ്മിൻ പോച്ചാ? നോറ അവളുടെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബിസിയാണ്, എന്നോടൊന്നും മിണ്ടാറില്ല. ഹിയർ ദാറ്റ് ജാസ്മിൻ. എന്റെ പേര് ജാസ്മിൻ എന്തോടെ പറയുന്നത് പോലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനാണ് ശ്രീതു. അല്ല രശ്മിൻ എന്താ പറഞ്ഞേ? യു കണ്ടിന്യൂ. ഇനി 100% ഒന്നുമില്ല. അല്ല സായി സിജോട്ട് ഞാനൊരു ബന്ധുല്ല, അവരെ ഞാൻ വിശ്വസിക്കില്ല. പെട്ടി വേണ്ട. 1 ലക്ഷം, എനിക്ക് 50 ലക്ഷത്തിൽ കഴിഞ്ഞ് ഞാൻ പോണം. ഇനി ഞാൻ പണപ്പെട്ടി എടുത്തോണ്ട് ഇറങ്ങില്ല. ഇനി എന്റെ നോട്ടം 50 ലക്ഷത്തിൽ. പറയുന്നേക്ക് ചപ്പാത്തി ഉണ്ട്, തിന്നാൻ പോരുന്നു. നന്ദനയുടെ പിണക്കം മാറ്റാൻ വരുന്ന സായും സിജോ, നന്ദനെ കഞ്ഞിയായിട്ടില്ല, നമുക്ക് 2 ചപ്പാത്തി കഴിക്കാം. ഇല്ല, നിങ്ങൾ നോക്കോ, നിങ്ങളുടെ കൂടെ വരുന്ന എനിക്ക് എന്താ നിർബന്ധമുണ്ടോ? നന്ദന, ഓ ഞാൻ ആരും അല്ലല്ലോ, ഞാൻ വൈൽഡ് കാർഡ് വന്നൊരു കണ്ടസ്റ്റന്റ്. പറഞ്ഞ കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ആരായി പറഞ്ഞ കേൾക്കാൻ? നമ്മൾ ആർക്കും വരിയില്ല, നമ്മൾ ആർക്കും വേണ്ട. എനിക്ക് ആരെയും വേണ്ട. ആരും എനിക്ക് ആരുമല്ല, ഞാൻ ഒറ്റയ്ക്ക് ഗെയിമറാ. നന്ദന ആരുടെ ആരും അല്ല, ഞാൻ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി. കാലെ പിടിച്ച് വലിക്കാനൊന്നും പറ്റില്ല. ഇല്ല. സിജോ ചോദിച്ചു, നന്ദനയുടെ കാലം എനിക്ക് തൊടാൻ പറ്റില്ല. ഞാൻ ഇവിടെ പറയുന്നത് ശ്രീത് ഫുഡ് കഴിക്കാൻ വന്ന് വിളിച്ച്. അപ്പൊ സിജോ, നീ ക്യാപ്റ്റൻസി പോയതിന്റെ സങ്കടമാണോ നന്ദുവിന്? കലിപ്പ് സായിയുടെ ഉള്ളിന്ന് പോയേന്. സിജോന്റെ സായി എന്താ അങ്ങനെ നന്ദന സായി സിജോ പെങ്ങൾ പാസത്തിന് ഇവിടെ ഒരു അവസാനം വന്നിരിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം. ജിൻഡോ ആണത് പറഞ്ഞത്. ശ്രീത് പറഞ്ഞു സിജോ പറഞ്ഞെന്ന്. സത്യത്തിൽ അവിടുത്തെ ഏറ്റവും മെയിൻ കുത്തിത്തിരിപ്പുകാരിയുടെ ആശാത്തി ഈ ശ്രീതുവാ. തോന്നുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ പറയും. കഴിഞ്ഞ തവണ മറ്റേ ജിൻഡോ മുട്ടി പിടിച്ച് വലിച്ചു എന്ന് കണ്ടതുപോലെ പറഞ്ഞു. ഇപ്പൊ അതെ സിജോ ആണ് പറഞ്ഞതെന്ന് കണ്ടതുപോലെ പറഞ്ഞു. സത്യത്തിൽ ജിൻഡോ അല്ലേ പറഞ്ഞേ? എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം. ഇപ്പൊ ജാസ്മിൻ വന്നിട്ട് അഭിഷേകിനോട് പറയാണ്, അഭിഷേകേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിനക്ക് ഫസ്റ്റ് കിട്ടാനുള്ള യോഗ്യത ഇല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നീ ഫസ്റ്റ് അല്ല. അഭിഷേക് ബി ലൈക്ക്, നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിനക്ക് ഒന്നാം സ്ഥാനത്തിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്നല്ല.
ഓക്കെ ജാസ്മിനെ, അഭിഷേകിന് യോഗ്യതയില്ല, പകരം നീ ആരെ റെക്കമെൻഡ് ചെയ്ത്? അപ്സരന് നല്ല യോഗ്യതയാ. ജാസ്മിന് ശരിയായിട്ട് തോന്നിയതൊക്കെ എല്ലായിടത്തും ശരിയായിരുന്നു. അഭിഷേക് ബി ലൈക്ക്, ജാസ്മിന് ശരിയായി തോന്നുന്ന കാര്യം എനിക്ക് ശരിയായി തോന്നണമെന്നില്ല. എല്ലാം തെറ്റായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനെന്തോ ചെയ്യേണ്ടത്? ജാസ്മിൻ ഇവിടെ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് തെറ്റുകൾ. എന്റെ കാഴ്ചപ്പാട് എല്ലാവരും കാഴ്ചപ്പാട്. ജാസ്മിൻ, അത് അഭിഷേകിന്റെ കാഴ്ചപ്പാട്. അഭിഷേക്, എന്റെ കാഴ്ചപ്പാടല്ല, എല്ലാവരുടെയും കാഴ്ചപ്പാട് അതാ. അല്ല ബ്രോ, അച്ഛൻ വന്നിട്ട് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വന്നവരത് അല്ലെങ്കിൽ ഉണ്ടോ, എനിക്ക് ആ വള്ളി പിടിക്കാൻ താല്പര്യമില്ല. ജാസ്മിൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊക്കോ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. എന്റെ കാഴ്ചപ്പാടിലെല്ലാം ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല. നിന്റെ ഞാൻ വലിയ വാല്യൂ തരുന്നില്ല, അത് വിട്ടേരെ. അഭിഷേകേ, അഭിഷേക്, നിങ്ങളൊക്കെ ആ കൊച്ചിനെ ഇൻസൾട്ട് ചെയ്ത് അവൾക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കോ? ഒരിക്കലും ശരികളേ അല്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കേണ്ട സമയം എപ്പോഴേ കടന്നു. ജാസ്മിൻ ചെയ്തതൊക്കെ തെറ്റാ. ചിലപ്പോ ഞാനല്ലായിരിക്കും, ചിലപ്പോ ഞാനായിരിക്കും, ഒന്നും പറയാനില്ല. നിന്റെ ശരികൾ എപ്പോഴും. എന്റെ പൊന്ന് ജാസ്മിനെ, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കണം? നിനക്ക് അവിടെ എവിടെയെങ്കിലും ഇരുന്നാ പോരെ? എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാം പൊസിഷനിൽ ബാക്കി ഇപ്പൊ നിനക്ക് ഫസ്റ്റ് കിട്ടാൻ യോഗ്യത ഇല്ല എന്നും പറഞ്ഞ് അവന്റെ അടുത്ത് ഡയലോഗ് അടിച്ച് അവന്റെ വായെന്നുള്ളത് കേട്ടപ്പോ നിനക്ക് സമാധാനമായില്ല. ഞാൻ വാല്യൂ തരുന്നില്ല, സീനില്ല, വിട്ടേരെ. നീ അത് കഴിഞ്ഞ് ഈസ്റ്റേണിന്റെ ഒരു പരസ്യമായിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ ഒരു 4 പേരെ സെലക്ട് ചെയ്യണം. ഇവർ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന മലയാളികളാണ്. അപ്പൊ ഇവർക്ക് നാടൻ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ 2 ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, 4 പേരുള്ള. ആ 2 ടീമിന് ഒരു ടീം ചിക്കൻ പൊരിച്ചതും ഒരു ടീം പാലട പായസമാണ് ഉണ്ടാക്കേണ്ടത്. പരസ്യം കണ്ട് ഈസ്റ്റേണിന്റെ മുതലാളി, എടാ ബിഗ് ബോസേ, നീ ഞങ്ങളെ കളിയാക്കാനാണ് പരസ്യം എടുക്കണം. എടാ ഒരു ഫുഡ് കഴിച്ചിട്ട് ഇവർ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബിഗ് ബോസ്, അതിനെന്താ കുഴപ്പം? നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന് കണ്ടുനോക്കാം. ഈസ്റ്റേണിന്റെ മുതലാളി, പൈസ പകുതി തന്നാ മതി. ടേസ്റ്റ് എങ്ങനെയുണ്ട്? മുതലാളി, പകുതിയാ തന്ന പൈസ തിരിച്ചു അങ്ങനെ ഞാൻ വന്നേ. എന്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഡീഗ്രേഡിങ് ചെയ്ത് കിട്ടണ ടീംസാണ് നിങ്ങൾ. ഇങ്ങനെ ചിക്കനൊക്കെ എടുത്ത് കഴിക്കുമ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് അഭിനയിച്ച് ഇങ്ങനെ കളിയാക്കുന്നതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ട്രോളാന്ന് പറയാ. എന്തായാലും ഈസ്റ്റേണിന്റെ മുതലാളിക്ക് ഇത് കണ്ടപ്പോ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് 72 ഇവിടെ തീരുന്നു. നാളെ നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനമാണ്. ലാലേട്ടന്റെ ജന്മദിന സ്പെഷ്യൽ എപ്പിസോഡാണ്. കുറെ ഡാൻസ് പരിപാടിയൊക്കെയാണ് നാളെ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ആ വീഡിയോന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ.